ഹലോ. നമ്മളൊരു പുതിയ വീട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ വീട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ഏജൻസി സ്കാമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഇൻഫോർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. നമുക്ക് ഇപ്പോൾ കുറെ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കുറെ ഏജൻസിക്കാരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു. സോ അത് നമ്മളൊന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് കുറെ DM വരുന്നുണ്ട്. നമുക്ക് പറ്റുന്നത്രയൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കുറെ ഞാൻ റിപ്ലൈ കൊടുക്കാത്ത കുറെ മെസ്സേജുകൾ ഉണ്ട്. എനിക്കറിയാം അത് നിങ്ങൾ നമ്മുടെ റിപ്ലൈ പ്രതീക്ഷിച്ചിരിക്കുവാണ്. പക്ഷെ നമ്മളുടെ കാര്യങ്ങളും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ റിപ്ലൈ കൊടുത്ത് നിൽക്കുന്നത് കുറെ സമയം പോകുന്നുണ്ട്. സോ ഞാൻ അപ്പോൾ അത് ഓർത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും പൊതുവെ ചോദിക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് നല്ലൊരു ട്രസ്റ്റ് വർത്തി ഏജൻസിനെ സജസ്റ്റ് ചെയ്യാവുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഏജൻസി വഴിയും വരേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ്, ഒരു ഏജൻസിയുടെ സഹായം ഇല്ലാതെ ഓസ്ട്രിയക്ക് വരാം. പിന്നെ ഇപ്പോൾ നടക്കുന്ന എന്താ സ്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പല ഏജൻസികളും ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഓസ്ട്രിയക്ക് ശരിക്കും സ്റ്റുഡൻറ് വിസ ശരിക്കും ഈ ഏജൻസികളൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 year ആയിട്ടുള്ളൂ. അതിന് മുന്നേ ഒന്നും നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഓസ്ട്രിയൻ സ്റ്റുഡൻറ് വിസ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരു ഏജൻസികളുടെയും ആഡുകൾ കണ്ടിട്ടുണ്ടാവില്ല. ചിലവർക്ക് ആ ഓസ്ട്രിയ എന്ന് പറഞ്ഞ രാജ്യം പോലും അറിയത്തില്ലായിരിക്കും. സോ ഇപ്പോഴാണ് ഈ ഒരു 1 year ആയിട്ടുള്ളൂ ഇങ്ങനത്തെ ഒരു ഓസ്ട്രിയയിലോട്ട് ഏജൻസികൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയും ഏജൻസി ആയിട്ട് ടൈപ്പ് ഇല്ല. ഇവരുടെ എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും സൈറ്റിൽ എഴുതിയിട്ടുണ്ട് ഏജൻസി ത്രൂ ചെയ്യരുത്, ഏജൻസി ത്രൂ അവർ ഒരു ഏജൻസി ആയിട്ട് അവർക്ക് ടൈപ്പ് ഇല്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളും എഴുതിയിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ ഇവർ മേടിക്കുന്ന പൈസ നമ്മൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ എന്ന് വെച്ചു പോകും. അത്രയും രൂപയാണ് ഇവർ മേടിക്കുന്നത്. ഞാനിപ്പോൾ എനിക്ക് ലൈക്ക് ഒരു നാട്ടിലൊരു ഏജൻസി, എറണാകുളത്തുള്ള ഒരു ഏജൻസി എന്നെ മേടിക്കുന്ന 5 ലക്ഷം രൂപയാണ്. ഇവിടുത്തെ ഇതിനു വേണ്ടി ഇവർ മേടിക്കുന്നത് 5 ലക്ഷം രൂപയാണ്. ഈ 5 ലക്ഷം രൂപയിൽ ഇവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസ് എല്ലാം ഉൾപ്പെടെയാണ് മേടിക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ ഈ നാട്ടിലുള്ളവര് ആലോചിക്കുമ്പോൾ ഇപ്പോൾ UK കാനഡയൊക്കെ പോകുമ്പോഴത്തേക്കും 15 ലക്ഷം 20 ലക്ഷം അല്ലെ, അങ്ങനെയൊക്കെ അല്ലേ ചിന്തിക്കുന്നത്. അപ്പോ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ. അപ്പൊ ഇവര് നമ്മൾ ലൈക്ക് നാട്ടിലുള്ളവർ ചിന്തിക്കുന്നത് ഈ ഏജൻസി കമ്മീഷൻ ഒന്നും മേടിക്കുന്നില്ല, 5 ലക്ഷം രൂപയല്ലേ ആവുന്നുള്ളൂ എന്നാണ്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ ഫീസ് എന്ന് പറയുന്നത് 750 യൂറോയാണ് പെർ സെമിസ്റ്റർ. അതും നമ്മൾ 4 സെമിസ്റ്റർ ആയിരിക്കും ഇപ്പൊ മാസ്റ്റേഴ്സ് ആണെങ്കിൽ പഠിക്കാൻ വരുന്നത്. 4 സെമിസ്റ്ററിനും കൂടി 750 × 4 അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2,40,000 2,40,000 2,50,000 രൂപയായിരിക്കും ടോട്ടൽ ആവുന്നത് 4 സെമിസ്റ്ററിനും കൂടി. അത് നമ്മൾ ഒരുമിച്ച് അടക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആകെ നമ്മളുടെ ഫസ്റ്റ് സെമിസ്റ്ററിന്റെ ഫീസ് അത് മാത്രം അടച്ചാൽ മതി. അതും നമുക്ക് വിസ കിട്ടിക്കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് അടച്ചാൽ മതി. നമുക്ക് ഫസ്റ്റ് സെമിസ്റ്ററിലെ ഫീസ് അതെന്ന് പറഞ്ഞാൽ 750 യൂറോ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു 65,000-70,000 രൂപയേ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ ഫീസ്. സോ ഇതൊക്കെയാണ് അല്ലേ കുഞ്ഞു? വേറെ നിനക്ക് വരുന്ന DMs ഒക്കെ എന്തൊക്കെയാണ്? എനിക്ക് DMs സെയിം തന്നെയാണ്. ഏജൻസി സജസ്റ്റ് ചെയ്യാവോ റെഫർ ചെയ്യാവോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിയാതെ ഇപ്പം നഴ്സിംഗിന്റെ കാര്യം ഇപ്പൊ ഇച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാസ്റ്റേഴ്സ് പഠിക്കാനല്ലേ. അപ്പൊ അതല്ലാതെ നഴ്സിംഗിന്റെ സ്കാം നടക്കുന്നുണ്ട്. ഫുൾ ഞങ്ങൾ രണ്ടായിട്ടാ പറയാൻ പോകുന്നത്. ഫുള്ള് എല്ലാം മൊത്തത്തില് ഇപ്പൊ ഓസ്ട്രിയനെ ചുറ്റിപ്പറ്റി കുറെ സ്കാമുകളുണ്ട്. നിങ്ങൾ ആരും അതിലൊന്നും ചെന്ന് പെടരുത്. പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അത്രയും രൂപ പോകുന്നു, പിന്നെ നമ്മളുടെ സമയം പോകുന്നു, പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ള ആഫ്റ്റർ എഫക്റ്റ് ലൈക്ക് നമ്മൾ കുറെ പ്രതീക്ഷകളായിട്ടായിരിക്കും എല്ലാവരും ഈ അബ്രോഡ് സ്റ്റഡീസിനൊക്കെ വരുന്നത്. സോ അപ്പോൾ നമുക്ക് ഇത്രയും രൂപ ലൈക്ക് ഈ ഒരു 5 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവര് കമ്മീഷൻ ഒരു കൊച്ചിൻ്റെ നിന്ന് എടുക്കുന്നത് ഏകദേശം ഒരു 2 ലക്ഷം രൂപത്തോളം ആയിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 2.5 ലക്ഷം രൂപ ഓക്കെ അവർ ഫീസ് അടച്ചു. 2.5 ലക്ഷം രൂപ ഫീസ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ അവർക്ക് വേറെ ചെലവാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ എംബസിയിൽ ഒരു 14,000 രൂപയോളം കൊടുക്കണം. പിന്നെ വിസയ്ക്ക് ഒരു 14,000 ലൈക്ക് ഒരു 30,000 അത്രയും പോയി കഴിഞ്ഞാൽ ബാക്കി 3 lakhs കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 2 lakhs അവരുടെ ലാഭമാണ്. ഇപ്പൊ അതിലവര് ഒരു ടിക്കറ്റും കൂടി നിങ്ങൾക്ക് ഓഫർ ചെയ്താലും, ടിക്കറ്റ് ഓഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 50,000 ടിക്കറ്റ് ഓഫർ ചെയ്താലും അവർക്ക് 1.5 lakhs ലാഭമാണ് അവർക്ക് ഒരു ഏജൻസിക്കുള്ളത്, പർട്ടിക്കുലർ ഏജൻസിക്കുള്ളത്. സോ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം നമുക്കെല്ലാം സ്പൂൺ ഫീഡിങ് വേണമെന്ന് വാശി പിടിക്കാതിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ
പുതിയൊരു നാട്ടിലോട്ട് വരുവാണ്. അപ്പോൾ കുറച്ച് റിസർച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ നമ്മുടെ ഗൂഗിളും നമ്മളുടെ നെറ്റും എല്ലാം നമ്മൾ നല്ലതിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സിമ്പിളായിട്ട് വരാം. ഇപ്പൊ ഇവിടെ വന്നതിൽ ഇപ്പൊ എനിക്കറിയാവുന്ന ഭൂരിഭാഗം പേരും ഒരു ഏജൻസിയുടെ സഹായം ഇല്ലാതെ തന്നെ റിസർച്ച് ചെയ്ത് വന്നവരാണ്. സോ ഇവരുടെ വേറൊരു സ്കാം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സിറ്റികളിൽ കിട്ടാൻ ഇച്ചിരി പാടാണ്. സോ നമ്മളുടെ മുഖേന ഇവര് അപ്ലൈ ചെയ്തിട്ട് ഇവിടെ ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ അവർ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സമയമായല്ലോ, ഇത്ര സമയം നിങ്ങളുടെ വേസ്റ്റ് ആയല്ലോ, ഞങ്ങൾ ലാറ്റ്വിയ, പോളണ്ട് അങ്ങനത്തെ രാജ്യങ്ങൾക്കൊക്കെ ഞങ്ങൾ ചെയ്തു തരാം, ഈ പൈസ തന്നെ ആവത്തുള്ളൂ എന്ന് പറയും. പക്ഷെ അവിടെയൊക്കെ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ ഉപയോഗങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ലാസ്റ്റ് ആൾക്കാര് സമ്മതിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിൽ വരും. അവർ അത്രയും സമയം പോയല്ലോ. സോ എന്തായാലും എബ്രോഡ് പോകാൻ അവർ മൈൻഡ് സെറ്റ് ആക്കി. സോ അവരെന്താ പറയുന്നത്, ഒന്ന് നോക്കി നമുക്ക് അങ്ങ് പോവാം. പിന്നെ വേറൊരെണ്ണം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രിയയിലെ വിസ കിട്ടാൻ ഭയങ്കര പാടാണ്. സോ നമ്മൾ നന്നായിട്ട് തന്നെ ചെയ്തില്ലെങ്കിൽ, ഏജൻസി ത്രൂ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല, അങ്ങനത്തെ കുറെ പറയുന്നുണ്ട്. അപ്പോ നിങ്ങളെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു തട്ടിപ്പുകൾ ഇല്ലെങ്കിൽ ഈ ഏജൻസി തട്ടിപ്പുകൾ എന്നെ കുറെ ഏജൻസികൾ കോണ്ടാക്ട് ചെയ്തായിരുന്നു, നമുക്ക് ഒന്ന് ഇത് ചെയ്തു തരുമോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആർക്കും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഈ ഒരു ഏജൻസികളെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്കില്ല. സോ നമ്മൾ തന്നെ കുറച്ച് ഹോംവർക്ക് ചെയ്ത് കുറച്ച് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ വരാം. ഇവിടെ വന്ന് നമുക്ക് പഠിക്കുകയും ചെയ്യാം. സോ ഇത്രയും ഇപ്പൊ ഞാൻ പറഞ്ഞ 5 ലക്ഷത്തിന്റെ കേസിൽ ഇത് തന്നെ ചിലപ്പോൾ 3 ലക്ഷം 2 ലക്ഷം രൂപയ്ക്കൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ കുറെ അറിഞ്ഞു, നമ്മൾ കുറെ ഇങ്ങനത്തെ കുറെ കേസുകൾ അറിഞ്ഞപ്പോഴത്തേക്കും എന്തിനാണ് ഈ പിള്ളേർ ഇങ്ങനെ കഷ്ടപ്പെട്ടല്ലേ. ഇല്ല, അതായത് ഇപ്പം നമ്മള് ലൈക്ക് അത്രേ ഒന്നുമില്ലാതെ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇവിടെ പുറത്തിങ്ങനെ വന്നാ മതി എന്ന കുറെ പിള്ളേരുണ്ട്. ഓക്കെ, എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് പെട്ടാ മതി, അത് നമുക്ക് കുറച്ച് പൈസ കിട്ടുമല്ലോ എന്നൊക്കെ. അപ്പൊ നിങ്ങൾ അതിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾ അതിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്നത്, വേറൊരു കാര്യം. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മളത് പെട്ടെന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് നോക്കുക. എന്ന് വെച്ചാൽ എനിക്ക് കുറെ DMs വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് ഏജൻസിയാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് ബെസ്റ്റ് ഏജൻസി പറഞ്ഞു കൊടുത്തിട്ട് അവര് നല്ല കമ്മീഷൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പൈസ നഷ്ടമാവുന്നതാണ്. സോ നിങ്ങൾ തന്നെ ഒന്ന് കുറച്ച് കഷ്ടപ്പെട്ടാൽ മതി. ഇത് ആക്ച്വലി ഇപ്പൊ പറയുന്നത് മാസ്റ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പൊ നഴ്സിംഗ് അത് സെയിം ആവില്ലായിരിക്കും. ബിക്കോസ് നഴ്സിംഗിൽ കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ ഇപ്പൊ നമുക്കിവിടെ ഹൗസ് ബിൽഡിംഗ് ഒക്കെ 12th കഴിഞ്ഞ് വരുന്ന പിള്ളേരുണ്ട് ഹൗസ് ബിൽഡിങ്ങിന് വേണ്ടിട്ട്. അപ്പൊ നിങ്ങൾ നല്ല ഒരു ഏജൻസി നിങ്ങൾ കണ്ടെത്തുക. അതായത് ഏജൻസിനെ കണ്ടെത്താതെ തന്നെ ഡയറക്റ്റ് എങ്ങനെ വരാൻ പറ്റും എന്ന് കണ്ടെത്തുക. നിങ്ങൾക്ക് ഇപ്പോ ഈ ഒരു ലാംഗ്വേജ് ഉണ്ടെങ്കിൽ, ഇപ്പൊ നഴ്സിംഗിനൊക്കെ പഠിക്കാനാണെങ്കിലും അത് ഹൗസ് ബിൽഡിങ്ങിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് B1 B2 ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇവരുടെ കോളേജിലോട്ട് നമ്മൾ മെയിൽ അയച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മെയിലിംഗ് സിസ്റ്റം ഒക്കെ അടിപൊളിയാണ്. നമുക്ക് എന്ത് വേണമെങ്കിൽ എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും നമുക്ക് ഇവിടെ ഡയറക്റ്റ് നമുക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇവിടുത്തെ മെയിൽ ഐഡികൾ ലൈക്ക് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ മെയിൽ ഐഡികൾ നിങ്ങൾ നെറ്റിൽ നോക്കി കിട്ടും. സോ സിമ്പിളാണ്, സംഭവങ്ങളെല്ലാം സിമ്പിളാണ്. നിങ്ങളൊന്ന് മെയിൽ അയക്കുക, അവർക്ക് മെയിൽ അയക്കുക. അവരെ അപ്പോൾ എന്തായാലും നമ്മളൊരു തേർഡ് നാഷണൽ കൺട്രിയിൽ നിന്ന് വരുന്നതാണ്. സോ നമുക്ക് എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നഴ്സിംഗ് പഠിക്കാനാണെങ്കിലും സ്റ്റൈഫൻഡോടുകൂടെ പഠിക്കാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റും. സോ നിങ്ങൾ വെറുതെ ഒരു ഏജൻസിനെ ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്ത് വരേണ്ട ഒരു ആവശ്യമില്ല. സോ നിങ്ങൾ ഒന്ന് എല്ലാത്തിനും വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഇനിഷ്യേറ്റീവ് ചെയ്ത് നമ്മളുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുക. എന്ന് വെച്ചാൽ നമുക്കെല്ലാം നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരാനാണ് എന്നുള്ളത് അല്ലാതെ നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് റിസർച്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ വരാൻ പറ്റും. സുഖമായിട്ട് നമുക്ക് ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റും. സോ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, അല്ലേ? അപ്പോൾ ഇത് പറയാൻ വേണ്ടിയായിരുന്നു നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇപ്പൊ എനിക്ക് വന്ന ഒരു ഇതിനെ പറ്റി റിവ്യൂ ഇതായിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. സോ താങ്ക് യു, അല്ലേ? അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റാ.